നല്ലവനും വിശ്വസ്തനുമായ നമ്മുടെ ത്രിയേക ദൈവത്തെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നവനും ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ക്രൂശിൽ തന്നെത്താൻ അർപ്പിച്ചവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങളെയും അറിയിക്കുന്നു. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ എന്ന് നാം പാടുന്നത് പോലെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സന്തോഷത്തോടെ ഇന്നും അടുത്തു വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. സന്തോഷത്തോടെ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ ആ പ്രശ്ന കലുഷിതമായ അവസ്ഥകളെ അതിജീവിക്കുന്ന ഒരു ആത്മീയ സന്തോഷവും അനുഭവവുമാണല്ലോ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ആയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവർക്കും ഈ സമയത്തിൻ്റെ ക്രമീകരണത്തിൽ കൂടെ സഹകരിക്കുന്നതിൽ പ്രത്യേക നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് വരികയാണ്. ഇന്നലെ വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സഹസ്രാബ്ദ വാഴ്ചയുടെ ഉദ്ദേശങ്ങളെ കുറിച്ചായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദം എന്തിനു വേണ്ടി എന്നുള്ളതായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ദൈവം ചെയ്യുന്ന എല്ലാറ്റിനും കാരണം നമുക്കൊരു പക്ഷേ കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ദൈവം ചെയ്യുന്ന എല്ലാറ്റിനും ഉദ്ദേശങ്ങളുണ്ട്. പലതിനും കാരണം ദൈവത്തിൻ്റെ സർവാധിപത്യം, പരമാധികാരം എന്നൊക്കെയുള്ളൂ. ചിലതിനൊക്കെ നമ്മൾ ചോദിച്ചാൽ ദൈവം പറയും, എനിക്ക് അങ്ങനെ ഇഷ്ടമായി, അത്രേ ഉള്ളൂ, സ്തോത്രം, ഇറ്റ്സ് മൈ പ്ലഷർ. അത് ദൈവത്തിൻ്റെ പരമാധികാരമാണ്, അല്ലാതെ പ്രത്യേകിച്ച് അതിന് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ദൈവം ചെയ്യുന്ന എല്ലാറ്റിനും പിൻപിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. സ്തോത്രം. അതാണ് നമ്മൾ നോക്കിയത് സഹസ്രാബ്ദത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച്. ഇന്നലെ നാം അത് പറഞ്ഞ് നിർത്തി. എന്തെങ്കിലും ആ വിഷയങ്ങളിൽ ചോദ്യങ്ങളുണ്ടോ? ഇന്നലെ നമ്മൾ സമയം തീർന്നതുകൊണ്ട് പെട്ടെന്നങ്ങ് നിർത്തിയായിരുന്നു. ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നുമില്ലെന്ന് കരുതട്ടെ. എങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ദ നേച്ചർ ഓഫ് മില്ലേനിയം. ദ നേച്ചർ ഓഫ് മില്ലേനിയം, സഹസ്രാബ്ദത്തിന്റെ പ്രകൃതത്തെക്കുറിച്ചാണ്. സ്തോത്രം. സഹസ്രാബ്ദത്തിന്റെ സ്വഭാവം, സഹസ്രാബ്ദ യേശുക്രിസ്തു 1000 ആണ്ട് വാഴുന്ന സമയത്തെ പ്രകൃതം എന്തായിരിക്കും, അപ്പോഴത്തെ വിശേഷതകൾ നമ്മളതിനെ പഠന സൗകര്യാർത്ഥം 2 or 3 തരം തിരിക്കുന്നുണ്ട്. സഹസ്രാബ്ദത്തിന്റെ ആത്മീയ പ്രകൃതവും ഭൂപ്രകൃതിയും ഒക്കെ നമ്മൾ വേറെ വേറെയായിട്ട് ചിന്തിക്കുക. സഹസ്രാബ്ദ വാഴ്ച, ആ സമയത്തെ ആത്മീയ അവസ്ഥകളെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ഭൗതിക അവസ്ഥകളെ കുറിച്ച് നോക്കാം. ആ ഭൗതിക അവസ്ഥകളിൽ ഭൂപ്രകൃതിയുടെ സ്ഥിതിയും വരും. ഓക്കെ. അപ്പം മിക്കവാറും എഴുത്തുകാരൊക്കെ, അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അടിസ്ഥാനപരമായി ആശ്രയിക്കുന്ന 2 പുസ്തകങ്ങൾ, അല്ലെങ്കിൽ 2 ലേഖകരുണ്ട്. ഇതിനു മുമ്പും നമ്മൾ അവരെ പറ്റി പറഞ്ഞതാണ്. അതിലൊരാളാണ് പെന്റിക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരാള്.
ഡോക്ടർ J.D. പെന്റിക്കോസ്റ്റ്. മറ്റൊരാളാണ് വാൽവൂഡ് എന്ന് പറയുന്ന ആൾ. ഇതില് J.D. പെന്റിക്കോസ്റ്റ് തിങ്സ് ടു കം എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിനകത്ത് ബൈബിളിലെ പ്രവചനങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് അത് പറയുന്നുണ്ട്. അതിൽ ഈ സഹസ്രാബ്ദത്തിന്റെ പ്രകൃതത്തെക്കുറിച്ച്, സഹസ്രാബ്ദത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയ പുസ്തകമാണ്, ഇപ്പോഴും അവൈലബിൾ ആണെന്ന ബുക്ക് സ്റ്റോളുകളിൽ കിട്ടാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അദ്ദേഹം ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ അല്ലെങ്കിൽ ആ സമയത്തെ വിശേഷതകളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനെയും നമ്മൾ ഒന്ന് രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് നോക്കുകയാണ്. ആദ്യം സ്പിരിച്വൽ നേച്ചർ ഓഫ് ദ മില്ലേനിയം, ആത്മീയ പ്രകൃതത്തെക്കുറിച്ചാണ് നാം അതിൽ ആദ്യമായിട്ട് നോക്കുന്നത്. ഒത്തിരി വിവരിക്കാതെ നമ്മളങ്ങ് പറഞ്ഞു പോവുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ ആത്മീയ പ്രകൃതം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ നിത്യനീതി എന്നുള്ളതാണ്. ജസ്റ്റിസ്, റാദർ ഇറ്റേണൽ ജസ്റ്റിസ്, ഇറ്റേണൽ ജസ്റ്റിസ്. ഒത്തിരി വാക്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ടുണ്ട്. യെശയ്യാ 9:7, ഐശയ്യാ 9:7. ഒന്ന് വായിച്ചേക്കുമോ? അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. നീതിയോടും ന്യായത്തോടും കൂടെയുള്ള ഒരു ഭരണം, എ റൂൾ ഓഫ് റൈച്ചസ്നെസ് ആൻഡ് ജസ്റ്റിസ്. രണ്ട് നമുക്ക് അവിടെ ഒരുമിച്ച് അങ്ങെടുക്കാം. നീതിയും ന്യായവും സ്ഥാപിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നീതിയോടും ന്യായത്തോടും കൂടെ നടത്തപ്പെടുന്ന ഒരു ഭരണമായിരിക്കും അത്. വേറെയും ചില വാക്യങ്ങളുണ്ട്, അത് വായിക്കണമെന്നില്ല, എഴുതുന്നവർക്കായി അതിൽ ചിലതും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാവ് തന്നെ 11:5 വാക്യം, 11:5, 3 to 5 നോക്കുന്നത് തന്നെ നല്ലതായിരിക്കും. 3 മുതൽ, യെശയ്യാ 11:3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ 32:1 വാക്യം, 32:1 വാക്യം, 32:16, 32:1, 32:16. ഓൾസോ 42:1-4, 42:1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. 65:21-25, 65-ാം അധ്യായം, യെശയ്യാ 65-ാം അധ്യായം 21 തൊട്ട് 25 വരെ. യിരെമ്യാ പ്രവചനം 23:5, ജെറമായ 23:5, 23:5. 31:23, ജെറമായ. യിരെമ്യാവ് 31:23 തുടങ്ങിയുള്ള ധാരാളം വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ ആത്മീയ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. അത് നീതിയുള്ള, ന്യായവും നീതിയും സ്ഥാപിക്കപ്പെടുന്ന ഒരു ഭരണമായിരിക്കും. സ്തോത്രം. നമ്മൾ സാധാരണ പാട്ടുപാടുന്ന ഒരു സംഗതിയാണ് യെശയ്യാ 11:3 തൊട്ട് 5 വരെ. അതും കൂടെ നമ്മൾ പരിചയമുള്ളതായതുകൊണ്ട് ഒന്ന് വായിച്ചു വിട്ടേക്കുമോ? 11:3-5, ഐശയ്യാ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും.
അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും. നാം 89 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നീതിയും ന്യായവും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകും. The foundation of God's throne is justice and righteousness, as we read in Psalm 89. അതുപോലെ ഇവിടെ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു രാജാവായി 1000 ആണ്ട് വാഴുമ്പോൾ നീതി അവന്റെ നടുക്കെട്ടായിരിക്കും. സ്തോത്രം. ഇത്രേ ഉള്ളൂ നീതിയോടും ന്യായത്തോടും കൂടെയുള്ള ഒരു ഭരണം, മുഖപക്ഷം കൂടാതെ. സ്തോത്രം. എല്ലാവർക്കും ന്യായം പാലിച്ചു കൊടുക്കുന്ന ഒരു ഭരണം. അത് സഹസ്രാബ്ദത്തിന്റെ ആത്മീയ സ്വഭാവത്തിൽ ഒന്നാണ്. ആത്മീയ സ്വഭാവത്തിൽ ഒന്നാണ്. 2, പരിശുദ്ധാത്മ നിറവ്, ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത, ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് സഹസ്രാബ്ദ വാഴ്ചയുടെ ആത്മീയ സ്വഭാവത്തിൽ ഒന്നാണ്. സ്തോത്രം. ദ ഹോളി സ്പിരിറ്റ്, ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ്. ചില വാക്യങ്ങൾ പറയാം, അതിൽ 1-2 എണ്ണം ഒടുവിൽ നമുക്ക് വായിക്കാം. ഐശയ്യ 32, 13-15. യെശയ്യാവ് 32-ന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 41-ന്റെ 1-ാമത്തെ വാക്യം. 41 verse 1. അടുത്തത് 44 verse 3. 44-ന്റെ 3. ഇതെല്ലാം യെശയ്യാവാണ്. 44-ന്റെ 3. 44 verse 3. 59 verse 19. 59-ാം അധ്യായത്തിന്റെ 19-21. Chapter 59 verses 19 and 21. 61 verse 1. 61-ന്റെ 1. 61-ന്റെ ആദ്യ ഭാഗങ്ങൾ നമുക്കറിയാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവന്റെ ആത്മാവിന്റെ മേലുണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. അതിൻ്റെ ഭാഗികമായ നിവൃത്തീകരണം, അതിൻ്റെ ആത്മീയമായ നിവൃത്തീകരണം യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലുണ്ടായി. എന്നാൽ അതിൻ്റെ പൂർണ്ണമായ നിവൃത്തി സഹസ്രാബ്ദത്തിലേ സംഭവിക്കുള്ളൂ. സ്തോത്രം. പിന്നെ നാം കാണുന്നത് എസേക്കിയേൽ 11:19, യഹസ്കേൽ 11-ന്റെ 19-ാമത്തെ വാക്യാണ്. 19-ഉം 20-ഉം ഉണ്ട്. 19 and 20. Ezekiel 36 verses 26 and 27. യഹസ്കേൽ 36-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. 37:14, 37-ാം അധ്യായം. അതൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള അധ്യായങ്ങളാണ് യഹസ്കേലിലേത്. അസ്ഥിത്താഴ്വരയെ കുറിച്ചൊക്കെയുള്ള പ്രവചനങ്ങളും, പിന്നെ നമ്മൾ പാടുന്നത് പോലെ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത എന്നൊക്കെയുള്ള ഭാഗങ്ങൾ, ഇതെല്ലാം സഹസ്രാബ്ദത്തിൽ നിറവേറുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ 37-ന്റെ 14,
39:29. യെഹെസ്കേൽ 39:29. പിന്നെ വളരെ പ്രശസ്തമായ ജോയേൽ 2-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. 2-ാമത്തെ അധ്യായം, ജോയേൽ ചാപ്റ്റർ 2 വേഴ്സസ് 28 and 29. അതിൻ്റെയും ഭാഗികമായ നിവൃത്തീകരണം എപ്പോൾ സംഭവിച്ചു തുടങ്ങി? ഓർമ്മ കാണുമല്ലോ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ. പെന്തക്കോസ്ത് നാളിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ പ്രസംഗം ഈ വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടായിരുന്നു. ഇന്ന് ഈ സംഭവങ്ങൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പ്രവാചകൻ യോവേൽ പ്രവചിച്ചത് നിവൃത്തിയായി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പഠിക്കുന്നത്, പെന്തക്കോസ്ത് നാളിൽ തന്നെ അന്ത്യകാലത്തിന്റെ ആരംഭമുണ്ടായത്. അന്ത്യകാലത്തിന്റെ ആരംഭം പെന്തക്കോസ്ത് നാളിൽ തന്നെ ഉണ്ടായി. അത് അക്ഷരീയമായി നിറവേറാൻ പോകുന്നത് എപ്പോഴാണ്? സഹസ്രാബ്ദത്തില. സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. സ്തോത്രം. അത് യേശുക്രിസ്തു രാജാവായിട്ട് ഭരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ അക്ഷരീയമായിട്ട് തന്നെ അത് സംഭവിക്കും. സ്തോത്രം. ആത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത അന്ന് ഭൂമിയിൽ ജനങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പരിശുദ്ധാത്മ പൂർണ്ണത അല്ലെങ്കിൽ നിറവ് എന്നുള്ളത് സഹസ്രാബ്ദത്തിന്റെ ആത്മീയ പ്രകൃതത്തിൽ 2-ാമത്തേതായി നമുക്ക് മനസ്സിലാക്കാം. പല പുസ്തകങ്ങളും അല്ലെ പ്രസംഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതിന്റെ ക്രമീകരണം മുമ്പോട്ടും പുറകോട്ടും ഒക്കെ ആയെന്നിരിക്കും. പക്ഷേ പൊതുവെ ഞാൻ പറഞ്ഞതുപോലെ ജെ ഡ്വൈറ്റ് പെന്റിക്കോസ്റ്റിന്റെ പുസ്തകത്തെ ആധാരമാക്കിയാണ് അദ്ദേഹമാണ് ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. മലയാളത്തിലെയും പല പുസ്തകങ്ങളും അതിൻ്റെ ഒരു വിവർത്തനം പോലെയാണ് ഉള്ളത്. പ്രവചന വിദഗ്ധന്മാരായിരുന്നു ഈ 2 പേർ. പൊതുവെ അംഗീകരിക്കപ്പെടുന്ന പ്രവചന വ്യാഖ്യാതാക്കളായിരുന്നു ഈ ഡ്വൈറ്റ് പെന്റിക്കോസ്റ്റും വാൽവുഡും. അപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവ്, കാരണം അന്ന് പാപം ചെയ്യാതെ, പിശാചിനാൽ വശീകരിക്കപ്പെടാതെ എല്ലാവരും ആയിരിക്കുമ്പോൾ ദൈവത്തെ അറിയാൻ, ദൈവത്തെ അനുസരിക്കാൻ ഒക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ സഹായം ജനങ്ങൾക്ക്, അന്നത്തെ പ്രജകൾക്ക് ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് 3-ാമത്തേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യൂണിവേഴ്സൽ പീസ്ഫുൾനെസ്, ലോകോത്തരമായ സമാധാന അന്തരീക്ഷം. നമുക്കറിയാം, ഇന്ന് ലോക ജനത മുഴുവനും നീതിക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയാണ്. പക്ഷേ നീതി നടപ്പാക്കപ്പെടുന്നില്ല. നീതി നടപ്പാക്കേണ്ടവർ തന്നെ നീതികേട്, അന്യായം, അനീതി ഒക്കെ നടത്തുകയാണ്. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് ഓൺലൈൻ വാർത്തയിൽ ഞാൻ വായിച്ചു, യുപിയിൽ ലക്നൌവിൽ വളരെ തിരക്കേറിയ സമയം, തിരക്കേറിയ ഒരു റോഡിൽ ഓപ്പോസിറ്റ് ദിശയിൽ ഒരു വണ്ടി വരുന്നു. വിപരീത ദിശയിൽ വണ്ടി ഓടിച്ചു വരുന്നു. എല്ലാവരും ഇപ്പുറത്ത് നേരായ വഴിയിൽ പോകുന്നവരെല്ലാം പ്രശ്നത്തിലായി. അതിലൊരു ആർമി ഓഫീസർ, കേണൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുക. അദ്ദേഹത്തിന്റെ വണ്ടിക്ക് മുമ്പിലാണ്
നിയമം തെറ്റിച്ചു വന്ന വണ്ടി വന്നത്. അദ്ദേഹം ഒരു ആർമി ഓഫീസറും കൂടെ ആയതുകൊണ്ട് അതിൻ്റെയും കൂടെ ഗൗരവത്തിലായിരിക്കും മറ്റദ്ദേഹത്തോട് സംസാരിച്ചു. എന്നാൽ അയാൾ ഒരു പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. ഈ വണ്ടി തെറ്റിച്ചോടിച്ചു വന്നയാൾ പോലീസ് ഇൻസ്പെക്ടറാണ്. അയാൾ ഇദ്ദേഹം ആർമി ഓഫീസറാണെന്നൊന്നും അറിയാതെ വണ്ടിയെന്ന് പിടിച്ചിറക്കി അടിച്ചു. ഇപ്പം ഇൻസ്പെക്ടർ ഒളിവിലാണെന്നും പറഞ്ഞ് പേപ്പറിൽ വാർത്ത വന്നത്. പോലീസുകാരനാ, ഇൻസ്പെക്ടറാ, നിയമങ്ങൾ പാലിക്കേണ്ടവനാ. എന്നിട്ട് വേണം മറ്റുള്ളവരിൽ അത് നടപ്പാക്കുക. പക്ഷേ അവർ തന്നെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, വേലി വിളവ് തിന്നുന്ന ഒരവസ്ഥ. കുറുക്കനെ കോഴിക്കൂടിന് കാവലാക്കുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്തിലുള്ളത്. നോ ജസ്റ്റിസ്, നോ എത്തിക്സ്, ഒന്നുമില്ല. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ 1.25 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരം എനിക്ക് 2.5-2.25 മണിക്കൂറോളം എടുത്തു എത്താം. കാരണം ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് പോകേണ്ടവർ ഈ വഴിയിലൂടെയാണ് വരുന്നത്. പല ജംഗ്ഷനുകളിലും വന്ന് വല്ലാത്ത കുരുക്ക്, അനങ്ങത്തില്ല, വണ്ടി അനങ്ങത്തില്ല. മുംബൈ വന്നവർ മുംബൈ പോകേണ്ടതാ. ഒരു നീതിബോധവും ഇല്ലാത്ത ഒരു സ്ഥിതി. ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ എത്തിക്സ് പഠിപ്പിച്ച സാറ് പറയാറുണ്ടായിരുന്നു. എത്തിക്സിന്റെ ടീച്ചേഴ്സ് പൊതുവെ പറയുന്ന ഒരു ഉദാഹരണമായത് നീതിശാസ്ത്രം, എത്തിക്സ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഒരാള് ഒരു യാത്ര പോകുമ്പോൾ ഒരു കുറുക്കനും ഒരു കോഴിയും കൂടെ വഴക്കിടുന്നു. ഒരു കുറുക്കനും ഒരു കോഴിയും കൂടെ. ഓക്കെ, എ കോക്ക് ആൻഡ് എ ഫോക്സ് are quarreling. You are passing through. നമ്മൾ നോക്കി, ഫോക്സ്, കുറുക്കനും നമ്മുടേതല്ല, കോഴിയും നമ്മുടേതല്ല, എന്നപ്പം ഞങ്ങൾ പോയേക്കാം, രണ്ടും നമ്മുടെ അല്ലല്ലോ. പക്ഷേ ഒരു എത്തിക്സ് ടീച്ചറിന്റെ ഗണത്തിൽ അവിടെ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്തു? ആരെയാ സഹായിച്ചത്? സഹായിക്കേണ്ട കോഴിയാ. അല്ല, നമ്മൾ അങ്ങനെ മിണ്ടാതെ നോക്കി, കോഴി എന്റേതല്ല, കുറുക്കനും എന്റേതല്ലെന്നും പറഞ്ഞ് നമ്മൾ കൈ കഴുകി പോയാൽ കുറുക്കനെയാണ് സഹായിച്ചത്. കുറുക്കനെ സഹായിച്ചു. അപ്പം ഇത് നീതിബോധമാണ്. പക്ഷെ ആ നീതിബോധം ഇന്ന് ഭരണാധികാരികൾക്ക് പോലും ഇല്ല. എന്നാൽ അത് സ്ഥാപിക്കുന്നത് ക്രിസ്തുവാണ്. അതുപോലെയുള്ള ഒരു സംഗതിയാണ് ഇന്ന് സകല മനുഷ്യരും സമാധാനം ആഗ്രഹിക്കുന്നു, യൂണിവേഴ്സൽ പീസ്. അതിനുവേണ്ടി ഒത്തിരി ഓർഗനൈസേഷൻസ്, സംഘടനകളൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ലോക സമാധാനത്തിന് വേണ്ടി. നോബൽ സമ്മാനം കൊടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചൊരു കാര്യം, പാകിസ്ഥാനിലെ ഒരു മന്ത്രിക്ക് ട്രംപ് വിളിച്ച് ഒരു വിരുന്നൊക്കെ കൊടുത്തു. അതൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇപ്രാവശ്യത്തെ നോബൽ സമ്മാനം ട്രംപിന് കൊടുക്കണം. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാ ട്രംപ് ഇറാനിൽ ബോംബിട്ടത്. അപ്പോഴത്തേക്കും അദ്ദേഹം പറയില്ല, വി കണ്ടം ഇറ്റ്, ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. അപ്പൊ ലോകത്തിൽ എവിടെയും സമാധാനം ഇല്ല. സമാധാനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടനകളോ രൂപീകരിക്കപ്പെട്ട സംഘങ്ങളോ ഒന്നും ലോകത്തിൽ സമാധാനം വരുത്തുവാൻ പര്യാപ്തമല്ല. പല ശാന്തതകളും വരാനുള്ള സുനാമികൾക്ക് മുന്നോടി മാത്രമാണ്. എന്നാൽ
സാർവലൗകികമായ, ഭൗഗോളികമായ, ലോകോത്തരമായ സമാധാനം ഉണ്ടാകുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഭരണത്തിൽ മാത്രമായിരിക്കും. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിന്റെ ഒരു പ്രത്യേകതയാണത്. സങ്കീർത്തനം 85:10 വായിച്ചോളൂ. സാംസ് 85 വേഴ്സ് 10. സാംസ് 85:10, 85:10 വാക്യം. Love and faithfulness meet together. Righteousness and peace kiss each other. അവിടെ നമ്മൾ കാണുന്നു നീതിയും സമാധാനവും. നമ്മൾ നീതി മുമ്പേ കണ്ടല്ലോ. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. സ്തോത്രം. ജസ്റ്റിസ് ആൻഡ് റൈച്ചസ്നെസ് ആർ ദ റൂട്ട് ആൻഡ് പീസ് ഈസ് ദ ഫ്രൂട്ട്. നീതിയും ന്യായവും ഒരു വൃക്ഷത്തിന്റെ വേരായി നാം സങ്കല്പിച്ചാൽ സമാധാനം അതിന്റെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിൽ നീതിയും ന്യായവും സ്ഥാപിക്കപ്പെടുമെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലമായിട്ട് ലോകം മുഴുവനും സാർവലൗകികമായി, സാർവത്രികമായി സമാധാനം അനുഭവിക്കും. യെശയ്യാ 32:18, ഐശയ്യാ 32 വേഴ്സ് 18, My people will ഐശയ്യാ live. 60. വേണ്ട മോനെ, വായിച്ചങ്ങനെ പോയാലേ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഓരോന്നോരോന്ന് വായിച്ചും വിടാം. ഐശയ്യാ 60 വേഴ്സ് 17, 60:17 വാക്യം. എന്തായാലും ചോദിച്ചിട്ടുണ്ടോ? ഐസയ തുടക്കത്തിലാണ്. ഐശയ്യാ 32 വേഴ്സ് 18, 32:18. പിന്നീട് 60:17. ഓക്കെ, 60 വേഴ്സ് 17. ഓൾസോ 2 വേഴ്സ് 4, 2:4. അതുപോലെ സങ്കീർത്തനം 72:7, സാം 72 വേഴ്സ് 7. ഐശയ്യാ 2 വേഴ്സ് 4, 2:3-4 ഒന്നും കൂടെ വായിച്ചോ. യെശയ്യാ 2:3-4. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയും ഇല്ല. യുദ്ധായുധങ്ങളെ കൃഷിയായുധങ്ങളായിട്ട് മാറ്റുന്ന ഒരു രീതി. The armors of battle will be made farming equipments. So far, people were using the weapons for war. But during the time of Jesus' reign, this millennial reign, they will be used, or they will be transformed even as the farming equipments. മനസ്സിലായല്ലോ?
അപ്പോൾ ആ നിലയിൽ യുദ്ധമില്ലാതെ, യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലൊന്നുമില്ലാതെ സമാധാനത്തിൽ കാക്കപ്പെടും. സകല ജാതികളും ആഗ്രഹിക്കുന്ന സമാധാനം അന്നേ വരികയുള്ളൂ. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നു. പക്ഷേ സമാധാനത്തിന് വേണ്ടി, സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ആയുധങ്ങളാണ് നിർമ്മിക്കുന്നത്. അതും മാരകായുധങ്ങൾ, അണ്വായുധങ്ങൾ, ന്യൂക്ലിയർ വെപ്പൺസ്, ബയോളജിക്കൽ വെപ്പൺസ്, കെമിക്കൽ വെപ്പൺസ്, രാസായുധങ്ങൾ, ജൈവായുധങ്ങൾ, അണ്വായുധങ്ങളൊക്കെയാണ് രാജ്യങ്ങൾ കൂട്ടിവെക്കുന്നത്. ചോദിച്ചാൽ എന്തിനു വേണ്ടിയാ? ലോക സമാധാനത്തിന് വേണ്ടി. നല്ല പരിപാടിയല്ലേ? എന്നാൽ സാക്ഷാൽ സമാധാനം ഉണ്ടാകുമ്പോൾ ആയുധ നിരായുധീകരണ പ്രക്രിയയാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഇറാനോട് ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും പറയുന്നത് യുറേനിയം ഒന്നും ഉണ്ടാക്കാതെ, അണുബോംബൊന്നും ഉണ്ടാക്കാതെ പരിപാടിയൊക്കെ വിടുന്ന. എന്നാൽ ഇവരുടെ എല്ലാം കയ്യിലിരിക്കുന്നതോ? ഇവരെല്ലാവരും പറയുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ ക്രിസ്തു രാജാവായി ഭരിക്കുമ്പോൾ ട്രംപ് സാഹിബ് അല്ല, നെതന്യാഹു അല്ല, മോദി സാഹിബ് അല്ല, ഇവരാര് ഭരിച്ചാലും സമാധാനം ലോകത്തിൽ ഉണ്ടാവുന്നില്ല. ക്രിസ്തു രാജാവായി ഭരിക്കുമ്പോൾ മാത്രമാണ് സമാധാനം. നിരായുധീകരണം എന്ന് സംഭവിക്കും. There will be no more battle weapons. Battle weapons. സ്തോത്രം. 4ാമത്തെ അല്ലേ? The fourth spiritual nature. നമ്മൾ യെശയ്യാ 2:3-4 വാക്യങ്ങൾ വായിച്ചതുപോലെ തന്നെ ഡിവൈൻ കൗൺസൽ, ദൈവികമായ ആലോചനയും ഉപദേശവും മനുഷ്യർക്ക് ലഭിക്കും. ആലോചനയും ഉപദേശവും ലഭിക്കുന്നു. ദൈവികമായ ആലോചനയും ഉപദേശവും മനുഷ്യർക്ക് അന്ന് സുലഭമായിട്ട് ലഭിക്കും. സ്തോത്രം. സുലഭമായിട്ട് ലഭിക്കും. നമ്മൾ ആ വാക്യങ്ങൾ തന്നെ നമ്മളിപ്പോൾ വായിച്ച യെശയ്യാ 2-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ തന്നെ നാം ആ കാര്യം കാണുന്നുണ്ട്. അതിനോട് ചേർത്ത് തന്നെ ഇങ്ങനെ ഉപദേശം സിയോനിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട്, ആലോചനയും ഉപദേശവും സിയോനിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് മനുഷ്യർക്ക് ജ്ഞാനത്തിന്റെ കുറവ് ഉണ്ടാവുകയില്ല. ഭോഷത്വങ്ങൾ ആരും ചെയ്യുകയില്ല. No more foolishness, because people will be wise. They will lack they will never lack counsel of God, teachings of God, of righteousness, of ethics, of morality. അവർക്ക് സാൻമാർഗികതയുടെ, നീതിയുടെ ഒക്കെ ഉപദേശങ്ങൾ യഥോചിതം ലഭിക്കുന്നത് കൊണ്ട് അവർക്ക് ഭോഷത്വമോ തെറ്റായ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പം ആലോചന അവർക്ക് ലഭിക്കുന്നു. അടുത്തത് അതിനോട് ചേർത്ത് തന്നെ നമുക്ക് ചിന്തിക്കാം. And therefore there won't be no more immaturity. അപ്പൊ
അപക്വമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ സിയോനിൽ നിന്ന് ഉപദേശം നൽകപ്പെടുന്നത് കൊണ്ട് അപക്വമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. നോ മോർ ഇമ്മച്യൂരിറ്റി. യെശയ്യാ 65:20, 65:20 ഐശയ്യ. Never again will there be in it an infant who lives but a few days, or an old man who does not live out his years. He who dies at 100 will be thought a mere youth. He who falls to reach 100 will be considered a curse. ഇവിടെ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഇമ്മച്യൂരിറ്റി എന്ന് പറയുന്നതിന് ബൗദ്ധികമായും പിന്നെ ശാരീരികമായും അഥവാ പ്രായത്തിൻ്റെതായും. അത് നമ്മൾ മെറ്റീരിയൽ നേച്ചറിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ നമുക്ക് ചിന്തിക്കാം. ഇങ്ങനെ നമ്മൾ അതിൻ്റെ സ്പിരിച്വൽ ആത്മീയ ഭാഗം മാത്രം ഇവിടെ എടുക്കുന്നുള്ളൂ. സിയോനിൽ നിന്ന് ഉപദേശം പുറപ്പെടുന്നത് കൊണ്ട് അപക്വമായ ശൈശവതുല്യമായ അവസ്ഥകൾ അന്നുണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അക്ഷരികമായിട്ട് ആയുസിന്റെ ദൈർഘ്യമാണ് അവിടെ. ആത്മീയമായി സാൻമാർഗികമായി അത് ബുദ്ധിവികാസത്തെയും പക്വതയെയും ഒക്കെ കാണിക്കുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? സിയോനിൽ നിന്നും പറയുന്നതിന്റെ അർത്ഥം എന്താ? എന്തോ സിയോനിൽ നിന്ന് ഉപദേശങ്ങൾ പുറപ്പെടും പറഞ്ഞത്, സിയോൻ എന്ന് പറയുമ്പോൾ അർത്ഥം യെരുശലേം എന്നാണ് അതിന്റെ അവിടുത്തെ അർത്ഥം. സ്വർഗീയ സിയോനെ കുറിച്ചല്ല, ലോകത്തിലെ ഭൂമിയിലെ സിയോൻ. സഹസ്രാബ്ദ വാഴ്ചയിലെ രാജാവിന്റെ തലസ്ഥാനം. 2-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അന്ന് രാജാവിന് ഉപദേശം കൊടുക്കാൻ ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്നത്തെ ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായി അന്നുള്ള ഒരു കാര്യം, ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ ഭരിക്കുന്നു, പക്ഷേ അവരുടെ കാര്യം അവരാണോ തീരുമാനമൊക്കെ എടുക്കുന്നത്? അല്ല. പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത്, when king's rule was there, then also there were mantris, ministers, wise men who would give counsel to the king. King used just to proclaim what the wise men just counseled them. രാജഭരണം നിലനിന്നിരുന്ന കാലത്തും നമുക്കറിയാം മന്ത്രിമാരുണ്ടായിരുന്നു. മന്ത്രിമാരുടെ കഴിവിനനുസരിച്ചാണ് രാജാക്കന്മാരുടെ ഭരണം മെച്ചപ്പെട്ടിരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രശസ്തിയാർന്ന ഒത്തിരി കാര്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് ജാതിമതഭേദം കൂടാതെ എടുക്കുന്ന ഒരു മന്ത്രിയുടെ പേരാണല്ലോ ബീർബൽ. ഭയങ്കര ബുദ്ധിമാനായിരുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ. നമുക്കറിയാവുന്നതുപോലെ യോസേഫ്, ദാനിയേല് തുടങ്ങിയൊക്കെ ഉള്ളവർ അങ്ങനെ വളരെ ഉപദേശിപ്പാൻ സമർത്ഥന്മാരായിരുന്ന മന്ത്രിമാരാണ്. ദാവീദിന്റെ സമയത്തൊരു വിദഗ്ധനായ മന്ത്രി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ, അഹീത്തോഫേൽ. ദാവീദ് അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോഴും ദാവീദിന്റെ ഭയം അവന്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലൊക്കെ കലാശിച്ചത് നമുക്കറിയാം. ഇന്നും IAS കാരും IPS കാരും IFS കാരും അങ്ങനെ ഉദ്യോഗസ്ഥ
വൃന്ദങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ, പൊതുവെ ഇന്ന് പറയപ്പെടുന്നതുമായ ഒരു സംഗതിയാണ്, 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവര് സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സുമായിട്ടൊക്കെ പോകും. അവർക്ക് താഴെ ഉള്ള സെക്കൻഡ് ഗ്രേഡിലുള്ള കുട്ടികൾ ആർട്സ് ഒക്കെ എടുത്ത് അവർ ചിലപ്പോൾ മാനേജ്മെന്റ് സംഗതികളിലും അല്ലെങ്കിൽ ഈ ബ്യൂറോക്രാറ്റ്സ് ഒക്കെ ആയിട്ട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളായിട്ട് പോയിട്ട് 1ാമത്തെ കൂട്ടരെ ഭരിക്കും. പിന്നെ ഏറ്റവും മണ്ടന്മാരും ഒക്കെ ആയിട്ട് കിടന്ന കുറെ ആൾക്കാരുണ്ട്. അവര് ഇതിന് രണ്ടിനും കഴിവില്ലാതെ പലരും രാഷ്ട്രീയത്തിലെത്തും. അവിടെ പിന്നെ വിദ്യാഭ്യാസം എന്നൊരു വിഷയമല്ലല്ലോ. രാഷ്ട്രീയത്തിലെത്തിയിട്ട് 2ാമത്തെ കൂട്ടരെയും 1ാമത്തെ കൂട്ടരെയും ഭരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ ക്ലാസ്സിൽ വേറും മോശമായിരുന്ന ഗുണ്ടകളായിരുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ രാഷ്ട്രീയത്തിലും വന്നിട്ടില്ല. അവർ അധോലോക നായകന്മാരായിട്ട് മാറും, ഗുണ്ടാസായിട്ട് മാറും. എന്നിട്ട് അവര് മറ്റേ 3 ഗ്രൂപ്പിനെ ഭരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ രീതി എങ്ങനെയാണ്? ഏറ്റവും ബൗദ്ധികമായിട്ടുള്ളവര് പക്ഷേ സിസ്റ്റത്തിൽ വരുമ്പോൾ ഏറ്റവും താഴെയാവും. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദം. അവിടെ യേശു എന്ന രാജാവിനെ ഉപദേശിക്കാൻ മന്ത്രിമാരാരും ഇല്ല, മന്ത്രിമാരുടെ ആവശ്യവും ഇല്ല. എന്നാൽ രാജാവ് തന്നെ സർവജ്ഞനായതുകൊണ്ട്, ഒംനീഷ്യന്റ് ആയതുകൊണ്ട് തൻ്റെ മന്ത്രിമാർക്കൊക്കെ ആലോചന കൊടുത്ത് അവരെ വിടുകയാണ്. രാജപ്രതിനിധികൾ, അത് പിന്നീട് വരുന്നുണ്ട്. ആ ഭരണ സംവിധാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് നമ്മൾ നോക്കും. ഇപ്പോഴത്തേക്ക് രാജപ്രതിനിധികൾ എന്നങ്ങ് കേട്ട് നമ്മളങ്ങ് മനസ്സിലാക്കുക. രാജപ്രതിനിധികളെ രാജാവ് കാര്യങ്ങൾ പഠിപ്പിച്ച് ഉപദേശിച്ച് ജനത്തിന്റെ ഇടയിലേക്ക് അയക്കും. അങ്ങനെ സിയോനിൽ നിന്ന് ദൈവം നിയമിച്ചാക്കിയ രാജാവിന്റെ രാജധാനിയിൽ നിന്ന്, തലസ്ഥാനത്ത് നിന്ന്, രാജാവിൽ നിന്ന് തന്നെ ഉപദേശം പുറപ്പെടും, ആലോചന പുറപ്പെടും. ഇതാണ് സിയോനിൽ നിന്ന് ഉപദേശം എന്ന് പറയുന്നതിന്റെ അർത്ഥം. യെരൂശലേമിൽ നിന്ന്, ദൈവത്തിന്റെ ദൈവിക ഭരണത്തിന്റെ ഭൂമിയിലെ തലസ്ഥാന നഗരിയിൽ നിന്ന് എന്നർത്ഥം. മറ്റെന്തെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അതായത് സഹസ്രാബ്ദത്തിന്റെ ആത്മീയ സ്വഭാവത്തിൽ എനിക്ക് നമ്മൾ 5 എണ്ണം നോക്കിയെന്ന് തോന്നുന്നല്ലേ? 5 എണ്ണമല്ലേ നോക്കിയത്? 5. 6ാമത്തേത് സന്തോഷം, ഫുൾനെസ് ഓഫ് ജോയ്. ഫുൾനെസ് ഓഫ് ജോയ്, സന്തോഷത്തിന്റെ പരിപൂർണത. മുമ്പേ നമ്മൾ സമാധാനം നോക്കി. സമാധാനം മാത്രമല്ല, സന്തോഷത്തിന്റെ പരിപൂർണതയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫുൾനെസ് ഓഫ് ജോയ് വിൽ ബി another trademark, another identity, another nature of Christ's millennium. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിലെ 6ാമത്തെ പ്രത്യേകതയാണ്
സന്തോഷത്തിന്റെ പരിപൂർണത. യെശയ്യാ 9:3, 9:3. നമുക്ക് ഒത്തിരി പരിചയമുള്ളതാണ്. ഒന്ന് വായിക്കുന്നെങ്കിൽ വായിച്ചു. 9, 3 and 4, 3ഉം 4ഉം. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യനന്റെ നാളിലെന്ന പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു 12ന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. With joy you will draw water from the wells of salvation. നമ്മൾ പാട്ടൊക്കെ പാടുന്നതാണ് ഈ വാക്യങ്ങളൊക്കെ, അല്ലെ? അപ്പം നമ്മൾ 9ന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിച്ചത് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അതിങ്ങനെ താഴോട്ട് വരുന്നുണ്ട്, മശിഹയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. 12ന്റെ 3 നമ്മൾ വായിച്ചു, നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. സ്തോത്രം. അപ്പം സന്തോഷത്തിന്റെ പരിപൂർണത അക്കാലത്തെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് അന്ന് പ്രജകളായി ഭരിക്കപ്പെടുന്ന ജനത്തിന്, ഭൂമിയിൽ അക്ഷരികമായി ദേഹത്തിൽ, ശരീരത്തിൽ, ജഡത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക്. നമ്മൾ നിത്യസന്തോഷത്തിലേക്ക് ഇതിനോടകം തന്നെ പ്രവേശിച്ച് കഴിയും. ഈ പറയുന്നതെല്ലാം ഭൂമിയിലെ അവസ്ഥകളെ കുറിച്ച്. നമ്മളന്ന് പ്രതിഫലമൊക്കെ പ്രാപിച്ച് കർത്താവിനോട് കൂടെ നാടുവാഴികളായിരിക്കും. ഈ സംഭവങ്ങൾക്കൊക്കെ വളരെ മുമ്പ് തന്നെ നമ്മൾ നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് ഭൂമിയിൽ അന്ന് ഉണ്ടായിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. വേറെയും കുറേയേറെ വാക്യങ്ങളുണ്ട്, ചിലത് മാത്രം ഞാനൊന്ന് പറയാം. എഴുതുന്നവർക്ക് പഠിക്കുന്നതിന് വേണ്ടി അത് സഹായകമാകുമല്ലോ. യെശയ്യാവ് 9ന്റെ 3ഉം 4ഉം നമ്മളിപ്പോൾ കണ്ടു. 12ന്റെ 3 തൊട്ട് 6 വരെയുണ്ട്. 12:3-6 ഉണ്ട്. 14 verses 7 and 8, 14-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങളുണ്ട്. 25 verses 8 and 9, 25ന്റെ 8, 9 വാക്യങ്ങൾ എല്ലാം യെശയ്യാവാണ്. യെശയ്യാവിലാണ് ഒത്തിരി ഉള്ളത്. പിന്നെ 30 verse 29, 30ന്റെ 29, 30-29. 42 verse 1, 42ന്റെ 1. അതുപോലെ 42ന്റെ തന്നെ 10, 11, 12. 42 verses 1, 10, 11 and 12. ഇനി ഒത്തിരി ഉണ്ടതിൽ, ആ ഭാഗം ഞാൻ അങ്ങ് വിടുന്നു. ജെറമായ 30 verses 18 and 19. യിരെമ്യാവ് 30ന്റെ 18, 19 വാക്യങ്ങൾ. 31, 13 and 14. യിരെമ്യാവ് 31ന്റെ 13, 14. സെഫനായ 3, 14-17. സെഫന്യാവ് 3ന്റെ 14 തൊട്ട് 17 വരെ. അതുപോലെ സെഖരിയാവ് 8ന്റെ 18. സെഖരായ 8 verse 18, 19,
18, 19 and chapter 10 verses 6 and 7. 10-ാം അധ്യായത്തിന്റെ 6, 7 വാക്യങ്ങൾ. ഇതെല്ലാം ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലെ ആത്മീയ സ്വഭാവത്തെ കുറിക്കുന്നു. അടുത്തതാണ് വിശുദ്ധിയുടെ പരിപൂർണത, ഫുൾനെസ് ഓഫ് ഹോളിനെസ്. ഫുൾനെസ് ഓഫ് ഹോളിനെസ്, വിശുദ്ധി. നീതിയും ന്യായവും സന്തോഷവും സമാധാനവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും രാജാവ് പരിശുദ്ധനാകയാൽ ആ രാജ്യത്തിന്റെ തന്നെ പ്രത്യേകതയായിരിക്കും വിശുദ്ധി എന്നുള്ളത്. സ്തോത്രം. മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമായിരുന്നല്ലോ വിശുദ്ധി നഷ്ടപ്പെട്ടത്. നിത്യതയിലേക്കുള്ള മടക്കയാത്രയിൽ ആ നഷ്ടപ്പെട്ട വിശുദ്ധിയിലേക്ക് മാനവജാതിയെ മടക്കിക്കൊണ്ടുവരിക എന്നത് വളരെ പ്രസക്തമാണ്, പ്രധാനമാണ്. Because of sin, humanity lost holiness. That was the key reason for human downfall. Human downfall. And when God is bringing human beings and the entire creation into eternity, and re-establishment of the holiness is one of the key steps. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധിയിലേക്കുള്ള മനുഷ്യന്റെ സൃഷ്ടിയുടെ മടങ്ങിവരവ് എന്നുള്ളത്. മടങ്ങിവരവ് എന്നുള്ളത്. യെശയ്യാ 6:13 വാക്യം, 6:13. ഐശയ്യാ. കിട്ടിയില്ലേ ആർക്കും? അതിൽ ഒരു And though ദശാംശം And though a tenth remains in the land, it will again be laid waste. But as the terebinth and oak leave stumps when they are cut down, so the holy seed will be the stump in the land. ദൈവം റെസ്റ്റോർ ചെയ്യുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന യഹൂദന്റെ ഏറ്റവും സ്റ്റെം, അടിസ്ഥാനപരമായ കാര്യം, അവരെ വിളിക്കുന്നത് എന്താണ്? വിശുദ്ധ സന്തതി. The seed of these people, the restored, the redeemed Israel, they will be a holy group of people. The seed will be holy. കൂടാതെ മറ്റു പല വാക്യങ്ങളുണ്ട്. യെശയ്യാ 35:8 തൊട്ട് 10 വരെ. ഐശയ്യാ 35, 8 to 10. അവിടെ നമ്മൾ കാണുന്നു, ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. വഴി പോലും വിശുദ്ധമായിരിക്കും. യെശയ്യാവ് 4:3-4 വാക്യങ്ങളിൽ, ഐശയ്യാ 4 verses 3 and 4, അവിടെ നമ്മൾ കാണുന്നത് യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധനെന്ന് വിളിക്കപ്പെടും. അപ്പം വിശുദ്ധി എന്നുള്ളത് കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിലെ ഒരു അനിഷേധ്യമായ, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അന്ന് മാത്രമല്ല, ഇന്നും അങ്ങനെ തന്നെയാ. പക്ഷെ ഇന്ന് സഭ ഉൾപ്പെടെ ഉള്ളതിനകത്ത്
അശുദ്ധി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അന്നോ ഒരശുദ്ധനും അവിടേക്ക് ചേർന്ന് വരികയില്ല. ഇന്ന് സഭയ്ക്കകത്ത്, ഭൂമിയിലെ സഭയ്ക്കകത്ത് ദൈവം അശുദ്ധമായതും അശുദ്ധന്മാരെയും അനുവദിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നില്ല കേട്ടോ. രണ്ടും വ്യത്യാസമുണ്ട്, രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട്. Today in the church or within the church, God allows, God permits unclean people, sinners. Sometimes they may be even in the leaderships. They may even control the pulpit. ഇന്ന് ഭൂമിയിൽ നമ്മൾ കാണുന്ന ദൃശ്യമായ സഭയിൽ അശുദ്ധന്മാരെ, നീതികെട്ടവരെ, ന്യായമില്ലാത്തവരെ, സത്യമില്ലാത്തവരെ ദൈവം അനുവദിച്ചു എന്ന് വന്നേക്കാം. ചിലപ്പോൾ അങ്ങനെയുള്ളവർ സഭാ നേതൃത്വത്തിലും എത്തിപ്പെട്ടേക്കാം. ഈ സഭ എന്ന് നമ്മൾ ഈ പറയുന്നത് ഭൂമിയിൽ നമ്മൾ കാണുന്ന സഭയാണ്. അത് പക്ഷേ വെറും സംഘടന മാത്രം. ഈ സംഘടനാ സഭയിൽ നമ്മൾ ഈ പറഞ്ഞ അശുദ്ധന്മാരും പാപികളും അന്യായം ചെയ്യുന്നവരും ഒക്കെ കാണും. അബ്കാരി കോൺട്രാക്ടേഴ്സ് കാണും, കള്ളുഷാപ്പ് നടത്തുന്നവർ കാണും, കൈക്കൂലി വാങ്ങുന്നവർ കാണും, ഗുണ്ടകൾ കാണും, അടിയും പിടിയും നടത്തുന്നവർ കാണും, കള്ളം പറയുന്നവർ, ചീത്ത വിളിക്കുന്നവരൊക്കെ ഇന്നത്തെ സംഘടനാ സഭയ്ക്കകത്തുണ്ട്. ദൈവം അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം അത് അംഗീകരിക്കുന്നില്ല. God has permitted them but not approved. No attestation of such people in the church. No approval for such people in the church. But they are allowed even in the ecclesiastical organizational leadership, in ministry leaderships. അത് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കർത്താവ് മത്തായി 13-ാം അധ്യായത്തിലെ 2-ാമത്തെ ഉപമയിൽ പറഞ്ഞത്, കളയും വിളയും ഒരുമിച്ച് വളരട്ടെ. എപ്പോൾ വരെ? കൊയ്ത്തോളം. കൊയ്ത്ത് വരെ. കൊയ്ത്തിൽ മാത്രമേ വിള ഏതാ കള ഏതാ എന്ന് തിരിച്ചറിയുള്ളൂ. We will have to wait till the harvest to discern the seed and the weed. Okay? Which is the wheat and which is the chaff. Which is the seed and which is the weed. To differentiate between these two, we have to wait till the harvest. കൊയ്ത്തു വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുവരെ ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് വളരും. അതുകൊണ്ട് ആ സഭ സംഘടനയിലൊക്കെ അശുദ്ധന്മാരും ഒക്കെ ഉള്ളത്. പ്രസംഗവേദികൾ കൈയടക്കുന്നവരുണ്ട്. അവരെ നീക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ദൈവം അത് അനുവദിച്ചു കൊടുത്തിരിക്കുക. അങ്ങനെയുള്ളവരെ നമുക്ക് ദൃശ്യസഭയിൽ കാണാം. പക്ഷേ ഇവരാരും എവിടേക്ക് എത്തുകയില്ല? കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കത്തില്ല. ആത്മീയ രാജ്യത്തിലേക്കുമില്ല, അക്ഷരീയമായ സഹസ്രാബ്ദത്തിലേക്കുമില്ല. ഒരശുദ്ധനും അവിടെ ചേർന്ന് വരികയില്ല. സ്തോത്രം. അവിടേക്ക് ഒരശുദ്ധനും പ്രവേശനം.
മത്തായി 7-ാം അധ്യായം 21 തൊട്ട് 23 വരെയും നമ്മള് ഗിരിപ്രഭാഷണത്തിൽ അതാണ് പഠിച്ചത്. ഇപ്പം അവര് ശുശ്രൂഷിക്കുക. ഇപ്പോൾ അവർ ശുശ്രൂഷിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ നടത്തുന്നു. ഭൂതങ്ങളെ പുറത്താക്കുന്നു, പ്രവചിക്കുന്നു. പ്രവചനമൊക്കെ കൃത്യമായിട്ട് വരുന്നു. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ പച്ചിലയും കത്രികയും പോലെ അത്ര കൃത്യമായിട്ട് വരിക. വെരി ആക്യുറേറ്റ് പ്രോഫസീസ്. ആക്യുറേറ്റ് പ്രോഫസീസ്. പക്ഷേ വാതിലും മുട്ടുമ്പം പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുക, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. Now permitting. ഇപ്പോൾ അനുവദിക്കുന്നു. ചെയ്തോ. ഇനി ചെയ്ത് മാനസാന്തരപ്പെടുന്നെങ്കിൽ അങ്ങ് പെട. ബെന്നിഹിൻ പറഞ്ഞതുപോലെ, ഞാൻ ഇത്രയും നാള് ജനത്തെ കബളിപ്പിക്കായിരുന്നു, ദൈവത്തെയും കബളിപ്പിക്കായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരിയായോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഏറ്റുപറഞ്ഞത് ഇന്റർനെറ്റിലും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടല്ലോ, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങ് സമ്മതിക്കുക. ഇത്രയും നാൾ ചെയ്തതൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ആത്മാവ് രക്ഷിക്കപ്പെടുമല്ലോ. അങ്ങനെയെങ്കിലും അങ്ങ് ശരിയാകാൻ കർത്താവ് ഇവരിൽ പലരെയും അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാൽ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക്, അക്ഷരീയമായ ഈ സഹസ്രാബ്ദത്തിലേക്കാകട്ടെ അതിനുശേഷമുള്ള നിത്യരാജ്യത്തിലേക്കാകട്ടെ പ്രവേശനം ഇല്ല. സ്തോത്രം. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 21-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് വായിക്കാമോ? 21 ലാസ്റ്റ് വേർഡ്സ്, റെവലേഷൻ. Nothing impure will ever enter it, nor anyone who does. Nothing impure will enter into this city, the New Jerusalem. സ്തോത്രം. അശുദ്ധമായതോ മ്ലേച്ഛമായ ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആർക്കും ഈ രാജാവ്, യേശു രാജാവായി ഭരിക്കുന്ന രാജ്യത്തിലേക്ക്, നഗരത്തിലേക്ക് പ്രവേശനമില്ല. സ്തോത്രം. വിശുദ്ധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഭൂമിയിൽ സഭാ സംഘടനകളിൽ, ശുശ്രൂഷകളിൽ ഒക്കെ ആയിരിക്കുന്നു എന്ന് കരുതി ദൈവം ഒരുപക്ഷെ ചിലരെ ഉപയോഗിക്കുന്നു എന്ന് കരുതിയൊന്നും അവിടെ പ്രവേശിക്കാൻ പറ്റും എന്നൊന്നും ചിന്തിച്ചേക്കരുത്. സ്തോത്രം. നമുക്കും വളരെ അത്യാവശ്യമായ കാര്യമാണ്, ഘടകമാണ് വിശുദ്ധരാവുക എന്നുള്ളത്. സ്തോത്രം. എബ്രായർ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 12:14. Make every effort to live in peace with all men and to be holy. Without holiness, no one will see the Lord. Without holiness, no one will see God. ഈ വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. സ്തോത്രം. കാണുകയില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവിനോട് കൂടെ വാഴണമെങ്കിൽ
വിശുദ്ധി കൂടിയേ തീരൂ. വേറെ ഒന്നും അടിസ്ഥാനമല്ല. പക്ഷേ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള യോഗ്യത, ഏക യോഗ്യത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വിശുദ്ധി എന്നതിനകത്ത് ബാക്കി എല്ലാ ഘടകങ്ങളും ഉൾപ്പെടും. സ്തോത്രം. അപ്പോൾ ഹോളിനെസ്. So God's kingdom will be, or the theocratic kingdom will be a holy kingdom. ദൈവരാജ്യം എന്നത് ഒരു വിശുദ്ധ രാജ്യമാണ്. That will be manifested through the king of this kingdom. ഈ രാജ്യത്തിന്റെ രാജാവിലൂടെ ആ വിശുദ്ധി വെളിപ്പെടുന്നു. സ്തോത്രം. വെളിപ്പെടുന്നു. വളരെ നല്ല പ്രയോഗങ്ങൾ അവിടെയുണ്ട്. The city will be holy. നഗരം വിശുദ്ധമായിരിക്കും. The road or the ways will be holy. വഴികൾ വിശുദ്ധമായിരിക്കും. The temple will be holy. ആലയം വിശുദ്ധമായിരിക്കും. സ്തോത്രം. ആലയം വിശുദ്ധമായിരിക്കും. All the subjects will be holy unto the Lord. സകല പ്രജകളും സകല ജനവും യഹോവയ്ക്ക് വിശുദ്ധം ആയിരിക്കും. സ്തോത്രം. Even the utensils and even the cattle, they will also be holy. അന്ന് ഉള്ള മൃഗങ്ങളും പാത്രങ്ങളും വരെ വിശുദ്ധമായിരിക്കും. സ്തോത്രം. സഖരിയാവ് 14 20-21. On that day, വേഗത്തിൽ. holy to the Lord will be inscribed on the bells of the horses, and the cooking pots in the Lord's house will be like the sacred bowls in front of the altar. Every pot in Jerusalem and Judah will be holy to the Lord Almighty, and all who come to sacrifice will take some of the pots and cook in them. And on that day there will no longer be a Canaanite in the house of the Lord Almighty. കണ്ടോ, കുതിരകളുടെ മണിയിൽ പോലും യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. യഹോവയുടെ ആലയത്തിലെ കലങ്ങൾ, യാഗപീഠത്തിന് മുൻപിലുള്ള കലശങ്ങൾ, യെരുശലേമിലും യഹൂദയിലും ഉള്ള കുലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. സകല ജാതികളും പാത്രങ്ങളും കുതിരകളും എന്തൊക്കെ അന്നുണ്ടായിരിക്കുമോ അവയെല്ലാം വിശുദ്ധം. അപ്പം പട്ടണം വിശുദ്ധം, വഴി വിശുദ്ധം, ജനം വിശുദ്ധം, ആലയം വിശുദ്ധം, പാത്രങ്ങൾ വിശുദ്ധം. വിശുദ്ധമല്ലാത്തതൊന്നുമേ അവിടെ ഉണ്ടാവുകയില്ല. അതാണ് ഒരു കനാന്യനും എന്ന് പറഞ്ഞിരിക്കുന്നത്. ജാതിയെക്കുറിച്ചല്ല, കനാന്യരും ഒക്കെ കാണും. ഗോത്രവർഗക്കാരും ഒക്കെ ഉണ്ടാവും. കറുത്തവരും വെളുത്തവരും എല്ലാം ഒന്നുണ്ടാവും. പക്ഷേ അവിടെ വർഗത്തെക്കുറിച്ചല്ല, വിശുദ്ധിയുടെ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പം ഹോളിനെസ്. വാക്യങ്ങൾ വേറെയുമുണ്ട്, എന്നാലും ഇത്രയും മതിയാകും എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. അപ്പോൾ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിന്റെ രാജ്യത്തിലേക്ക് 1000 ആണ്ട് വാഴ്ചയാകട്ടെ, അതിലുപരി നിത്യ വാഴ്ചയാകട്ടെ, പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ആകയാൽ നമുക്കും
പരിശുദ്ധനായ കർത്താവിനോട് കൂടെ വാഴേണ്ടതാകയാൽ നമ്മെ തന്നെ വിശുദ്ധീകരണത്തിനായി നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് വിശുദ്ധിയോടെ ഒരുങ്ങാം. കാരണം അശുദ്ധമായതോ മ്ലേച്ഛതയോ ഭോഷ്കോ പ്രവർത്തിക്കുന്ന യാതൊരുത്തനും ഈ വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വെളിപ്പാട് 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ഈ നഗരത്തിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് നമ്മുടെ ജീവിതം എന്ന വസ്ത്രത്തെ അലക്കി നമ്മുടെ കർത്താവിൻ്റെ വരവനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.